ഹലോ ഗൈസ്, അപ്പോൾ ഒത്തിരി നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നേക്കാണ്. അതും മീഷോ പ്രൊഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അനിയൻ്റെ കല്യാണം ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും പുറത്തുനിന്ന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് കൊറിയറായിട്ട് വന്നത് ഈ 2 നെറ്റിച്ചുട്ടിയാണ് കേട്ടോ. ഞാൻ കൈ നിൽക്കില്ല എന്നാണ് വിചാരിച്ചത്, എന്നാലും കൈ കിട്ടിയപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു കേടുപാടുകളൊന്നും ഇല്ലാതെ അത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു സംഭവം. അതിനുശേഷം നമുക്ക് വന്നത് ഈ ഒരു നെക്ലേസാണ്. നെക്ലേസ് സെറ്റായിട്ടാണ് നമുക്ക് കിട്ടിയത്. നെക്ലേസ്, കമ്മൽ, മോതിരം, ബ്രേസ്ലെറ്റ്, വാച്ച്, അങ്ങനെ. എന്തായാലും ഇത് പെട്ടെന്ന് കണ്ടപ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ദൈവമേ, കളറിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടല്ലോ. പക്ഷെ പുറത്തേക്ക് എടുത്ത് കയ്യിൽ പിടിച്ചപ്പം വലിയ സമാധാനം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ അറിയണത് മാലയ്ക്ക് പണി കിട്ടിയിട്ടുണ്ടായിന്ന്. അങ്ങനെ നോക്കിയപ്പോൾ മാലയ്ക്കും വലിയ പണിയൊന്നുമില്ല, എന്നാലും നമുക്ക് ശരിയാക്കാവുന്നതേ ഉണ്ടായുള്ളൂ. അങ്ങനെ അതിലും ഞാൻ ഓക്കെ ആയി. പിന്നെ എന്താണ്, നമ്മൾ കുറച്ച് ഹോസ്പിറ്റലിലും അങ്ങനെ ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങി അഡ്മിറ്റ് ആവലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ എന്നെ മറന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പിള്ളേരെ കുറച്ചധികം പിള്ളേർക്ക് ശ്രദ്ധ കൊടുക്കണമെന്ന് ഒരു ഇത് കാരണം എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക, അറിയില്ല. പിള്ളേർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്മമാർക്ക് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ടെൻഷനും കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാനായിട്ട്. വീഡിയോ എടുക്കാനുള്ള ചിന്തയേ ഉണ്ടായില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഞാനിപ്പം ഇന്നലെ കൊറിയറൊക്കെ വന്നപ്പോഴാണ് പെട്ടെന്ന് ദൈവമേ, ഞാൻ കുറേ ദിവസമായാൽ വീഡിയോ ഇട്ടിട്ടെന്നുള്ളൊരു ചിന്ത വന്നത്. അപ്പം ഞാൻ ആലോചിച്ചല്ല, എല്ലാവരും എന്നെ മറന്ന് കാണും. വലിയ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ എല്ലാവരും മറക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. എന്നാലും എല്ലാവരും ഓർമ്മപ്പെടുത്താൻ ഞാൻ വീണ്ടും വീഡിയോ ഇടാമല്ലോ എന്ന് കരുതി കൊറിയർ വന്നതാണല്ലോ. സോ ഇതിനൊക്കെ വലിയ റേറ്റൊന്നുമില്ല, ഒരു 300-ന് താഴെയുള്ളൂ ഈ വാങ്ങിച്ച സാധനങ്ങൾക്കൊക്കെ റേറ്റ് വരുന്നത്. സംഭവം അടിപൊളിയായിരുന്നു. ഇതുകൂടാണ്ട് നമ്മൾ കുറച്ചും കൂടി സാധനങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ അറിയാം അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്താണെന്ന്. കുഞ്ഞിൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. സോ എല്ലാ തിരക്കും കൂടി ജാറ